യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡയമെൻഷൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ആദ്യത്തെ ആപ്ലിക്കേഷനിൽ ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു അല്ലേ. അതായത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആ ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലോട്ട് കടക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയമെൻഷൻ്റെ സഹായത്തോടു കൂടി ഡിറൈവ് ചെയ്യാനായിട്ട് കഴിയും. അതായത് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ഫോം ചെയ്യാനും ഏതിൻ്റെ ഹെൽപ്പോട് നമുക്ക് പറ്റും? ഡയമെൻഷൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് പറ്റും. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏതിൻ്റെ സഹായത്തോടെ? ഡയമെൻഷൻ്റെ സഹായത്തോടെ. അപ്പോൾ ടൈം പീരീഡ് ടി ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ടി ആണ് നമ്മൾ ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും ഈ ടൈം പീരീഡ് ടി ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ രൂപീകരിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടി ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് പെൻഡുലത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ക്വാണ്ടിറ്റി എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാസ് ഓഫ് ബോബ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാസ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ ആക്സിലറേഷൻ ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു വാല്യൂയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. k = 2π എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ടൈം പീരീഡ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ക്ലൂ വെച്ചാണ് നമ്മൾ സ്റ്റെപ്പെല്ലാം എഴുതി നമ്മളൊരു ഇക്വേഷനിൽ കൊണ്ട് എത്തിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ടൈം പീരീഡ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തേക്ക് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മളൊരു 6 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇതിപ്പോൾ 6 സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ഓരോന്ന് എഴുതി നോക്കിയിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ടൈം പീരീഡ് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ടല്ലേ. മാസിനെ, ലെങ്തിനെ, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്രൊപ്പോർഷണൽ സൈനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതായത് റൈറ്റ് ക്വാണ്ടിറ്റീസ് ആസ് പ്രൊപ്പോർഷണൽ. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് 1 ഞാൻ എഴുതുകയാണ്. ടൈം പീരീഡ് ടി പ്രൊപ്പോർഷണൽ ടു ഏതിനേക്കായിരുന്നു? മാസ് എം, ലെങ്ത് എൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്തു? ഒരു പ്രൊപ്പോർഷണൽ സൈൻ ഉപയോഗിച്ച് നമ്മൾ എഴുതി. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. റൈറ്റ് ക്വാണ്ടിറ്റീസ് ആസ് പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ സൈനിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം ഈ മാസിന് ചിലപ്പോൾ പവർ വരാം അല്ലേ. ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മാസിന് ചിലപ്പോൾ m², m⁻³ അങ്ങനെയൊക്കെ പവേഴ്സ് വരാം. അതുപോലെ ലെങ്തിനും പവേഴ്സ് വരാം, അതുപോലെ ജിക്കും പവേഴ്സ് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ആ പവർ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ അറിയാൻ വയ്യാതെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും നമുക്ക് എക്സ്, വൈ, ഇസഡ് അങ്ങനെ ഏതെങ്കിലും ഒരു പവർ ഉണ്ട് എന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പവേഴ്സ്. അതായത് ഈ ക്വാണ്ടിറ്റിയുടെയൊക്കെ പവറിനെ നമ്മൾ XY Z എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പവറിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ടി പ്രൊപ്പോർഷണൽ ടു m⁻² പവറിനെ ഞാൻ x എന്ന് കൊടുക്കുന്നു, l⁻² പവറിനെ y എന്ന് കൊടുക്കുന്നു, g⁻² പവറിനെ z എന്ന് കൊടുക്കുന്നു. അപ്പോൾ പവറിനെ എന്ത് ചെയ്യുന്നു? XY Z എന്ന ഒരു പവറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് XY Z ഒക്കെ നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. ആദ്യം നമ്മുടെ അസംഷനാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് k യൂസ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ രൂപീകരിക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ രൂപീകരിക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു ഇടുക, ഒരു കോൺസ്റ്റൻറ്റ് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കി അതുപോലെ m⁻⁴, l⁻y, g⁻z. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഒരു കോൺസ്റ്റൻറ്റ് k ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. t = k × m⁻x, l⁻y, g⁻z. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കിടക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം.
നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻ എടുക്കുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻ എടുക്കണം, റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും എടുക്കണം. അപ്പോൾ ടേക്ക് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്, അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ എടുത്ത് നോക്കാം. ഡയമെൻഷൻ എടുക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ടി മാത്രമേ ഉള്ളല്ലേ. നമ്മളൊരു ഡയമെൻഷൻ എഴുതുമ്പോൾ ഒരു കോമൺ ആയിട്ട് എം എൽ ടി ആ ഒരു ഫോമിലോട്ട് നമുക്ക് എഴുതണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ എമ്മിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് m⁻0 എന്ന് കൊടുക്കാം. വാല്യൂവിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എമ്മിൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? m⁻0 എന്ന് എഴുതാം. എല്ലിൻ്റെ ടേം ഉണ്ടോ? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് l⁻0 എന്ന് എഴുതാം. എന്നാൽ അവിടെ ഒരു ടി ഉണ്ടല്ലേ, അപ്പോൾ ടി അതുപോലെ എഴുതാം. ടിയുടെ പവർ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ പവറൊന്നും ഇല്ലെങ്കിൽ ടിയുടെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ. ഡയമെൻഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എഴുതാം. ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ 0 എന്നല്ല അർത്ഥം, 1 എന്നാണ്. അപ്പോൾ വാല്യൂവിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ കെയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് എമ്മിൻ്റെ ഡയമെൻഷൻ എഴുതാം. എം എന്ന് പറയുന്നത് മാസാണ്. മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ എം കൊടുക്കുക. പവർ ഉണ്ട്. പവർ എത്രയാണ്? എക്സ്. അപ്പോൾ റൈസ് ടു എക്സ്. ഇനി ലെങ്തിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ എൽ ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എൽ കൊടുക്കുന്നു. അതിൻ്റെ പവർ എത്രയാണ്? വൈ ആണ് അല്ലേ. റൈസ് ടു വൈ. ഓക്കെ. ഇനി ജി എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എഴുതിയാൽ മതി. നമ്മൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ പഠിച്ചതാണ്. l(t⁻²) റൈസ് ടു എത്രയാണ്? ഇസഡ് ആണ് അല്ലേ. ഇസഡ്. അപ്പോൾ ഈ സൈഡ് MLT ഫോമിലാണ്. ഇതിനെ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനുണ്ട് അല്ലേ. കാരണം എല്ലിൻ്റെ ടൈമൊക്കെ രണ്ടെണ്ണമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് MLT എന്ന ഫോമിലോട്ട് ആക്കണം. അപ്പോൾ നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ m⁻x പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതുപോലെ എഴുതുന്നു. ഇവിടെ l⁻y അതും എഴുതി. നമുക്ക് ഈ ടേമിനെ ഒന്ന് പവർ ശരിയാക്കി എഴുതണം അല്ലേ. l(t⁻²) റൈസ് ടു ഇസഡ് ആണ്. ഈ റൈസ് ടു ഇസഡ് എന്ന് പറയുന്നത് എല്ലിനും ബാധകമാണ്, ടിക്കും ബാധകമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം? l⁻z ഇൻറ്റു t⁻, ഇവിടെ ഒരു -2 ഉണ്ടല്ലേ. അപ്പോൾ t⁻²z. അപ്പോൾ അങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? l⁻z t⁻²z. ഓക്കെ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. m⁻x l ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ l⁻y ഉണ്ട്, അതുപോലെ l⁻z ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ x⁻m ഇൻറ്റു x⁻n ഫോം പഠിച്ചു. x⁻m+n ആണ്. അതായത് പവർ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ l⁻, പവർ തമ്മിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ y പ്ലസ് z. ഓക്കെ ആണല്ലോ. ഇനി t⁻, എത്രയുണ്ട്? -2z. ഓക്കെ. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഏകദേശം MLT ഫോമിലോട്ട് ആയി കഴിഞ്ഞു. ഒന്നും കൂടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ ഒന്നും കൂടി എഴുതിയാണ്. m⁻0 l⁻0 t⁻1. അപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. രണ്ട് സൈഡിൽ നമ്മൾ ഡയമെൻഷൻ എഴുതി MLT എന്ന ഫോമിലോട്ട് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഈ പവറിനെല്ലാം ഇക്വേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അതായത് ഓരോ സൈഡിലെ ഓരോ ക്വാണ്ടിറ്റിയുടെയും പവറിനെ ഇക്വേറ്റ് ചെയ്യുക. ഒന്നുമില്ല, നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ മാസിൻ്റെത് നോക്കാം. എമ്മിൻ്റെ പവർ നോക്കാം. ഈ എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്. ഇപ്പുറത്തെ സൈഡിൽ എമ്മിൻ്റെ പവർ എത്രയാണ്? 0. അപ്പോൾ ഈ എക്സിനെയും 0യും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ മാസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പവറും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പവറിനെയും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ മാസിൻ്റെ ഇവിടുത്തെ പവർ എത്രയാണ്? എക്സ് ആണ് അല്ലേ. ഈ സൈഡിലുള്ള മാസിൻ്റെ പവർ എത്രയാണ്? 0. അപ്പോൾ x=0 നമുക്ക് കിട്ടി. ഓക്കെ. ഇനി ലെങ്തിൻ്റെയും ഇവിടെയുള്ള പവറും ഈ സൈഡിലുള്ള പവറും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സൈഡിലുള്ള പവർ എന്ന് പറയുന്നത് y പ്ലസ് z ആണല്ലോ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പവർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണല്ലേ. അപ്പോൾ =0. നമുക്ക് y-യും അറിയില്ല, z-ഉം അറിയില്ല. പക്ഷേ ആ ഇക്വേഷൻ അങ്ങനെ കിടന്നോട്ടെ. നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ക്ലൂ കിട്ടും. അടുത്ത് നമുക്ക് ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യാം. ടിയുടെ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് -2z ആണ്. -2z. ഓക്കെ. ഈ സൈഡിലെ പവർ എന്ന് പറയുന്നത് ടിയുടെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് നമുക്ക് z എങ്ങനെ കിട്ടും? z എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടും. z -1/2 എന്ന് കിട്ടി.
ഇനി നമുക്ക് എക്സ് കിട്ടി 0 കിട്ടി, ഇസഡ് കിട്ടി -1/2 കിട്ടി. ഇനി നമുക്ക് അറിഞ്ഞൂടാത്ത ക്വാണ്ടിറ്റി ഏതാണ്? വൈ. അപ്പോൾ വൈയെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് നോക്കാം. y + z = 0 വെച്ച് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ y + z = 0. ഇതിന് നമുക്ക് y = -z എന്ന് എഴുതിക്കൂടെ? അതായത് ഇസഡിനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയപ്പോൾ y = -z. ഇസഡിൻ്റെ വാല്യൂ നമുക്കറിയാം -1/2. അപ്പോൾ -1/2. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയുടെ? മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ്. അപ്പോൾ 1/2. അപ്പോൾ y എന്ന് പറയുന്നത് എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, ഇസഡിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് ആറാമത്തെ സ്റ്റെപ്പ് നോക്കാം. ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ എക്സ്, വൈ, ഇസഡ് എന്നുള്ള വാല്യൂസ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടി എക്സ്, വൈ, ഇസഡ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. t = k × m⁻x ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 കൊടുത്തു. L⁻y. വൈയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1/2 ആണ് കിട്ടിയത്. അപ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ 1/2 എന്ന് കൊടുത്തു. അടുത്തത് g⁻z. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -1/2. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ എക്സ്, വൈ, ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് സ്റ്റെപ്പ് 3 കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾ മാത്സിൽ പഠിച്ചൊരു കാര്യമാണ്, അതൊന്നും കൂടെ ഓർമ്മിക്കാം. x⁻1/2 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? √x എന്ന് എഴുതാം അല്ലേ? x⁻1/2നെ √x എന്ന് എഴുതാം. x⁻−1/2നെയോ 1/√x. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോമിലോട്ട് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ t = k × m⁻0. ഏത് ക്വാണ്ടിറ്റിയുടെ ⁻0 നമ്മൾ പറഞ്ഞു 1 ആണ്. അപ്പോൾ വാല്യൂവിനൊന്നും വ്യത്യാസം വരുന്നില്ല, അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ m⁻0 എന്ന് പറയുന്നത് 1 ആയിപ്പോയി. L⁻1/2. L⁻1/2 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിൽ എഴുതുമ്പോൾ √L എന്ന് എഴുതാം അല്ലേ? √L. ഓക്കെ. ഇനി g⁻−1/2 ഈ ഒരു ഫോമിൽ എഴുതുമ്പോൾ 1/√x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/√g എന്ന് വരും. നിങ്ങൾ മാത്സ് പഠിച്ച ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ. ഇത് നമുക്കൊന്നും കൂടെ ഒറ്റ റൂട്ടിനകത്ത് എഴുതാമല്ലോ. √L/g. അപ്പോൾ ഒരു ഇക്വേഷൻ ഫോമിലോട്ടായല്ലേ? പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ k = 2π എന്ന് തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. t = 2π√L/g. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വെച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കെയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. t = 2π√L/g. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല നമുക്ക് ഡയമെൻഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടുപിടിച്ചു. t = 2π√L/g. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊപ്പോർഷണൽ സൈൻ ഉപയോഗിച്ച് എഴുതി. പിന്നെ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവയുടെയൊക്കെ ഈ ക്വാണ്ടിറ്റീസിൻ്റെയൊക്കെ പവറിൻ്റെ രൂപത്തിൽ നമ്മൾ എക്സ്, വൈ, ഇസഡ് എന്ന പവറിൻ്റെ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി പകരം ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കെയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്തു? ഡയമെൻഷൻ എടുത്തു. അതായത് രണ്ട് സൈഡിനെ MLT ഫോമിലോട്ടാക്കി മാറ്റി. ഓക്കെ. അങ്ങനെ ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ രണ്ട് സൈഡിലുമുള്ള ക്വാണ്ടിറ്റീസിനെ, പവറിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എമ്മിൻ്റെ പവർ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തു, എല്ലിൻ്റെ പവർ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തു, ടിയുടെ പവർ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്കറിയാത്ത എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഈ എക്സ്, വൈ, ഇസഡ് വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ അതിനെന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ്റെ ഫോമിലോട്ട് ആക്കി എടുത്തു. ഒരു കെയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കെയുടെ വാല്യൂയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ രൂപീകരിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ 2. നമുക്കൊരു ഇക്വേഷൻ നമുക്കൊരു ഡയമെൻഷൻ്റെ സഹായത്തോടു കൂടി ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇതോടുകൂടി പാർട്ട് 4 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.